സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഉരുളിയിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇതേ നെയ്യിലേക്ക് 1.5 കപ്പ് സേമിയ കൂടി ചേർത്ത് അതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഇത് കരിഞ്ഞു പോവാതിരിക്കുന്നതിന് വേണ്ടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. സേമിയ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 6 കപ്പ് പാലും 3 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ തണുത്ത പാലും വെള്ളവും തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പിന്നെ പാലിൽ പാട കെട്ടാതിരിക്കുന്നതിനും സേമിയ കരിഞ്ഞു പോവാതിരിക്കുന്നതിന് വേണ്ടിയും ഇത് തുടർച്ചയായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയും വേണം. പായസം ഇപ്പോൾ നല്ലപോലെ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സേമിയൊക്കെ നല്ല പാകത്തിന് വെന്ത് പായസം ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മധുരം കുറവായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ എപ്പോഴും നിങ്ങളുടെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതിയാവും. പായസം ഇപ്പോൾ നല്ലപോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതിന്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം.